ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി വിജയിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങളും ഭരണ സംവിധാനങ്ങളും അത് എഫക്റ്റീവായി സുതാര്യമായി അത് പ്രവർത്തിക്കേണ്ട രീതിയിൽ ആ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുമ്പോഴാണ്. നിങ്ങൾ ഏത് നിയമം നിർമ്മിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ നിയമത്തെക്കുറിച്ചൊരു സംശയം തോന്നുകയാണെങ്കിൽ, മനസ്സിലെന്തെങ്കിലും ആ നിയമം എങ്ങനെയാകണം, അത് നല്ലതാണോ മോശമാണോ, ആ നിയമനിർമ്മാണം നടത്തുന്നത് കൂടുതലും സർക്കാർ നയങ്ങൾ രൂപീകരിക്കുന്നു, സെക്രട്ടറി തലങ്ങളിൽ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ബ്യൂറോക്രസിയാണ് നിയമങ്ങൾ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നിങ്ങളൊരു നിയമം നിർമ്മിക്കുമ്പോൾ ആ ഒരു നിയമ നിർമ്മാണം വഴി ഈ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനാരായണനായ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ ആ നിയമത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അത് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നിയമം വലിച്ചു കീറി ചവിട്ടുകൊട്ടയിലിടുക. നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുന്നതും സർക്കാർ നയങ്ങൾ പ്രഖ്യാപിക്കുന്നതും ജനങ്ങളുടെ വെൽഫെയർ എന്ന ഒരു ആശയത്തെ മുൻനിർത്തി അത് ഏത് നിയമമായിക്കോട്ടെ. ഇപ്പൊ ധാരാളം വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് നമ്മുടെ നാട്ടിലെ വന നിയമങ്ങൾ. നമുക്കറിയാം, എല്ലാ വിഷയങ്ങളും അവസാനം എത്തിച്ചേരുന്ന വനംവകുപ്പിലേക്ക്. അതുപോലെ തന്നെയാണ് മറ്റ് നിയമങ്ങൾ. നമ്മുടെ നാട്ടിലെ ഏത് നിയമങ്ങളും എടുത്തോ, നിയമങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ വെൽഫെയറാണ്. ആ നിയമങ്ങൾ അനുശാസിച്ചുകൊണ്ടുള്ള സർക്കാർ നയങ്ങൾ രൂപീകരിച്ച് ജനങ്ങളുടെ വെൽഫെയർ പദ്ധതികൾ വിവിധ വകുപ്പുകളിൽ, അത് വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ, നമ്മുടെ സാംസ്കാരിക വകുപ്പായിക്കോട്ടെ, വനം വകുപ്പായിട്ടെ, റവന്യൂ ആയിക്കോട്ടെ, കൃഷി വകുപ്പായിക്കോട്ടെ, ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നയങ്ങൾ പ്രഖ്യാപിച്ച് അത് നിയമങ്ങളാക്കി നമ്മളൊരു രാഷ്ട്ര നിർമ്മാണത്തിനും നമ്മുടെ സമൂഹത്തിൻ്റെ ഗവർണൻസിന് വേണ്ടി നമ്മൾ ഓരോ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ അതിൽ വരുന്ന കാലതാമസങ്ങളും അതിൽ വരുന്ന നടപടിക്രമങ്ങളുടെ ലംഘനങ്ങളും ഈ പറയുന്ന സ്വജനപക്ഷപാതം. നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ 2ാമത്തെ ജനസംഖ്യയുള്ള രാജ്യം. ഏതാണ്ട് 150 കോടിയോളം ജനങ്ങൾ. നമ്മൾ പറയും യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ നമ്മളെക്കാൾ വികസിതമാണ്, അവിടെയൊക്കെ സർക്കാർ സംവിധാനങ്ങൾ സുതാര്യമാണ്, ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് പറയുമ്പോൾ, ഞാനൊരു 7 വർഷം സ്വിറ്റ്സർലൻഡ് ജോലി ചെയ്ത, സ്വിറ്റ്സർലൻഡിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 10 മില്യണാണ്. നമ്മുടെ ജനസംഖ്യ, കേരളത്തിന്റെ ജനസംഖ്യ ഏതാണ്ട് എത്രയാ, 39 40, അതായത് 140 കോടി ജനങ്ങളാണ്. അതെ, സോറി, 140 കോടി ഇന്ത്യയില്, കേരളത്തില് 3.5 കോടി ജനങ്ങളാണ്. അപ്പൊ നമ്മുടെ പകുതി പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു രാജ്യം വിസ്തൃതിയിൽ നമ്മൾ 39,000 സ്ക്വയർ കിലോമീറ്ററാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതി. സ്വിറ്റ്സർലൻഡിന്റെ ഭൂവിസ്തൃതി 44,000 സ്ക്വയർ കിലോമീറ്ററാണ്. അത്രയും വലിയ ഒരു രാജ്യത്ത് നമ്മുടെ പകുതിയിൽ കുറവുള്ള ആളുകൾ, വിദ്യാസമ്പന്ന ആളുകൾ ജീവിക്കുമ്പം ആ രാജ്യം മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവിടെ സിവിക് സെൻസ് ഉണ്ട് ആളുകൾക്ക് പൊതുവെ, കാരണം അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. നമ്മുടെ ജീവിത സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഇവിടെ സർവൈവലാണ്, നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്.